കാലവും സമയവും എത്ര പെട്ടെന്നല്ലേ യാത്ര ചെയ്യുന്നത്. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ദിവസങ്ങൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായിട്ട് നീങ്ങുകയാണ്. ഇന്നാളാണ് നന്ദുവിന് 5 വയസ്സിന് ഇഞ്ചക്ഷൻ എടുത്തതെന്നുള്ളൊരു ഓർമ്മ പോലെയാണ് എനിക്ക്. പക്ഷേ ഇതാ ഇപ്പോൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നന്ദുവിന് 10 വയസ്സിന് ഇഞ്ചക്ഷൻ എടുക്കാനുള്ള സമയമായി. അപ്പോൾ ഇന്ന് പിന്നെ ലീവ് എടുത്തോ, എന്നാൽ പിന്നെ അത് തന്നെ നടക്കട്ടെ. ഇഞ്ചക്ഷൻ ഇനിയും താമസിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് അത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ബുധനാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച മാത്രമേ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്ന് ആശാവർക്കർ വിളിച്ച് പറഞ്ഞു. വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അവർ. കാരണം ഇപ്പം തന്നെ ഓൾറെഡി 6 മാസം കഴിഞ്ഞു. എന്നാൽ പിന്നെ ഇന്ന് തന്നെ പോയേക്കാലം എന്ന് വെച്ചാൽ ഞാനും ലീവ് എടുത്ത് ഏട്ടനെ കൊണ്ട് ലീവ് എടുപ്പിച്ചു. നന്ദുവിൻ്റെ പെയിൻ ടോളറൻസ് ലെവൽ എന്ന് പറയുന്നത് വളരെ മോശമാട്ടോ. കാരണം നന്ദു ഒട്ടും പെയിൻ സഹിക്കാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് വാക്സിൻ എന്ന് പറയുമ്പോൾ തൊട്ട് ഭയങ്കര ടെൻഷനുള്ള കാര്യമായിരുന്നു. 5 വയസ്സിൽ ഇഞ്ചക്ഷൻ എടുത്തെങ്കിലും അതൊന്നും ഓർമ്മയില്ല. അപ്പോൾ ഇത് ഭയങ്കര ടെൻഷനായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷേ എന്തായാലും നമുക്കിത് എടുത്തല്ലേ പറ്റുള്ളൂ. കാരണം ഓരോ കുട്ടികളുടെ അവകാശമാണല്ലോ വാക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും പോയതാണല്ലോ എന്ന് വെച്ചാൽ ഞങ്ങൾ പാറുവിന് വൈറ്റമിനെയും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തു. ഇഞ്ചക്ഷൻ എടുത്ത നേരത്തേക്ക് ആൾ ഓക്കെ ആയിരുന്നു. പക്ഷേ കുറച്ച് നേരത്തേക്ക് നന്ദുവിന് ഭയങ്കര ക്ഷീണവും തലകറക്കമൊക്കെ പോലെ തോന്നി. അപ്പോൾ അവിടെ സിസ്റ്റർമാരുണ്ടായിരുന്നു. അവർ നോക്കി ORS കാര്യങ്ങളൊക്കെ കൊടുത്തെങ്കിലും നന്ദുവിന് ഓക്കെ ആവുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ പിന്നെ കുഴപ്പമില്ല, നമുക്കൊരു പീഡിയാട്രീഷ്യനെ കാണിക്കാമല്ലോ എന്ന് വെച്ചാൽ ഞങ്ങളോട് ഒരു പീഡിയാട്രീഷ്യനെ പോയി കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പീഡിയാട്രീഷ്യനെ പോയി കാണിച്ചു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. എന്താ ചിലപ്പോൾ ഫുഡ് കഴിക്കാത്തതുകൊണ്ടായിരിക്കും, ഒന്ന് ഫുഡ് പോയി കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. ഈ താലിയാണ് പറഞ്ഞത്, നല്ല ഫുഡായിരുന്നു കേട്ടോ. അത് കഴിച്ച് തിരിച്ച് വന്നപ്പോഴേക്കും നന്ദു ഓക്കെ ആയിരുന്നു. ഡോക്ടറും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല.